ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇലക്ട്രോണിക് മെക്കാനിക്. ഞാൻ സഞ്ജയ് മുഹമ്മദ്. ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 1980-85 മോഡൽ കെൽട്രോണിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനാണ്. ഉദ്ദേശം ഒരു 40 വർഷത്തോളം പഴക്കമുണ്ടാകും. ഇതിനെ ഒരു വിൻറ്റേജ് ടെലിവിഷൻ എന്ന് നമുക്ക് പറയാം. ഈ ടെലിവിഷൻ്റെ ബോഡി 90% തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 20 ഇഞ്ചാണ്. ഓവൽ ഷേപ്പിലുള്ള ഉന്തിയ തരം പിക്ചർ ട്യൂബുകളായിരുന്നു ഇത്തരം ടി വികൾ ഉപയോഗിച്ചിരുന്നത്. 1985 മുതൽ ദൂരദർശൻ്റെ മലയാളം പ്രക്ഷേപണം തുടങ്ങിയത് മുതലാണ് ഇത്തരം ടെലിവിഷനുകൾ കൂടുതലും പ്രചാരത്തിൽ വന്നു തുടങ്ങിയത്. ആ സമയങ്ങളിൽ ചുരുക്കം ചില വീടുകളിൽ മാത്രമേ ടെലിവിഷനുകൾ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലും റേഡിയോ ആയിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കെൽട്രോൺ എന്ന സ്ഥാപനമാണ് ഈ ടെലിവിഷൻ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ സർവീസ് സെൻറ്റർ വൃത്തിയാക്കുന്നതിനിടയ്ക്ക് ചെതലെടുത്ത കണ്ടീഷനിലാണ് നമുക്ക് ഈ ടി വി കിട്ടുന്നത്. അതിൻ്റെ കണ്ടില്ലേ, PCBയും എല്ലാം ചെതലെടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പല ഭാഗങ്ങളും ഇതിനകത്ത് മിസ്സിങ് ആണ്. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്തരം ടി വികൾക്കുള്ളിൽ റെഡ് മെർക്കുറി ഉണ്ട് എന്നുള്ള ഒരു തെറ്റായ ധാരണ പലർക്കുമുണ്ട്. അത്തരം സാധനങ്ങൾ ഈ ടി വിയിലെന്നല്ല ഒരു ടി വിയിലും ഇല്ല എന്നുള്ളതാണ് സത്യം. പുറത്തുനിന്നുമുള്ള പ്രമുഖ ബ്രാൻഡുകൾ വന്നതോടുകൂടിയാണ് കെൽട്രോൺ എന്ന കമ്പനി തകർച്ചയിലേക്ക് പോകുന്നത്. എന്തൊക്കെയായിരുന്നാലും കെൽട്രോൺ എന്ന ബ്രാൻഡ് ചുരുങ്ങിയ കാലയളവിൽ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്ഥാനമാണ് ഉണ്ടാക്കിയെടുത്തത്. ഇതുപോലെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ കൂടാതെ കളർ ടെലിവിഷനുകളും കെൽട്രോൺ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പോലെ പണ്ട് കാലങ്ങളിൽ റിമോട്ടുകൾ ഉണ്ടായിരുന്നില്ല. അതിനു പകരം ഇതുപോലെയുള്ള കൺട്രോളുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ബ്രൈറ്റ്നസ് ആണെങ്കിലും കോൺട്രാസ്റ്റ് ആണെങ്കിലും അതുപോലെ ചാനൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ട്യൂണർ, 14 ചാനലുള്ള ട്യൂണറുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മെക്കാനിക്കൽ ട്യൂണറുകളായിരുന്നു. ഇത് രണ്ടും ടോൺ കൺട്രോളും വോളിയം കൺട്രോളുമാണ്. ഇത് കെൽട്രോണിൻ്റെ ഡുവൽ സ്പീക്കർ എന്ന മോഡൽ ടെലിവിഷനാണ്. ഇതിൽ ലെഫ്റ്റ് റൈറ്റായി 2 സ്പീക്കറുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഉച്ചത്തിലും വ്യക്തതയിലും കേൾക്കാൻ സാധിക്കുമായിരുന്നു. ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ടെലിവിഷൻ ലോക്ക് ചെയ്ത് വെക്കാനായി ഷട്ടറും ഒരു ലോക്കും അതിൽ വരുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിലെ വിലപിടിപ്പുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണമായതുകൊണ്ടാവാം ഇത്തരം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ വളരെ കൗതുകത്തോടു കൂടി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.